അപ്പോൾ ലീഗിനെ അനുനയിപ്പിക്കാൻ വേണ്ടിയാണ് പലതരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വഴി ലീഗിനെ അനുനയിപ്പിക്കാനുള്ള KC വേണുഗോപാലിന്റെ നീക്കത്തോട് പ്രതികരിച്ച് ബംഗളൂരു KMCC കർണാടക ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി സമീർ അഹമ്മദിന്റെ നീക്കങ്ങളെ പോസിറ്റീവായി കാണുന്നു. കർണാടക നിയമസഭയിൽ KMCC പ്രാതിനിധ്യം വേണമെന്നും ബംഗളൂരു KMCC വൈസ് പ്രസിഡന്റ് സെയ്ദ് സിദ്ദിഖ് തങ്ങൾ വ്യക്തമാക്കി. KCയെ പിന്തുണച്ചാൽ കർണാടകയിൽ KMCCക്ക് MLC പദവിയാണ് KC വാഗ്ദാനം ചെയ്തിരിക്കുന്നതെന്നാണ് അറിയുന്ന വിവരം. ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് കർണാടക ഗവൺമെന്റിൽ ബംഗളൂരു KMCCക്ക് ഒരു പ്രാതിനിധ്യം ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് MLC. നമ്മൾ നിരന്തരം നമുക്ക് അർഹതപ്പെട്ടതാണ്. കാരണം വർഷങ്ങളായി ബാംഗ്ലൂരിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അശാന്ത പ്രവർത്തനം നടത്തിക്കൊണ്ട് ബാംഗ്ലൂർ KMCC മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ പല കാര്യങ്ങളിലും ആരോഗ്യ മേഖലയായിക്കോട്ടെ, പാലിയേറ്റീവ് കെയർ, അതുപോലെ ഈ കഴിഞ്ഞ കൊറോണ കാലത്ത് ബാംഗ്ലൂർ BBMP കോർപ്പറേഷനായിട്ട് ഏർപ്പെട്ടുകൊണ്ട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം കോവിഡിൻ്റെ സമയത്ത് KMCC നടത്തുന്നു. സമീർ അഹമ്മദ് ഖാന്റെ നീക്കങ്ങൾ ഞങ്ങൾ ഒരു പോസിറ്റീവായിട്ട് കാണുന്നത്. മുഖ്യമന്ത്രി ആരെന്നത് തീരുമാനിക്കേണ്ടത് മുസ്ലിം ലീഗ് പാർട്ടിയും അതുപോലെ തന്നെ ഇന്ത്യ സംവിധാനമാണ്. അത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്. ഇപ്പോൾ KC വേണുഗോപാലായാലും GD സതീശനായാലും അത് പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ്. അതിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. എന്തൊക്കെ നീക്കങ്ങളാണല്ലേ ഇപ്പോൾ KMCCക്ക് MLC സ്ഥാനം. MLC എന്ന് പറയുന്നത് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. കർണാടകയിൽ ദ്വിസഭയാണുള്ളത്, ഇരട്ട സഭയുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ MLCയും ഉണ്ട്, അവിടെ അസംബ്ലിയും ഉണ്ട്, LCയും ഉണ്ട്, LAയും ഉണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ഉണ്ട്. നമുക്കിവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ, നിയമസഭ മാത്രമേ ഉള്ളൂ, നമുക്കിവിടെ കൗൺസിലില്ല. അപ്പോൾ അവിടെ കൗൺസിലിലേക്ക് ചില ആളുകളെയൊക്കെ നോമിനേറ്റ് ചെയ്യാനും കഴിയും. അപ്പോൾ KMCCക്ക് ഒരു അംഗത്തെ കൊടുക്കാം എന്നുള്ളൊരു നീക്കം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് പാണക്കാട് തങ്ങളിലേക്ക് ലീഗിലേക്ക്, കേരളത്തിലെ ലീഗിലേക്ക് KC വേണുഗോപാൽ സിദ്ധരാമയ്യ വഴി ഒരു നീക്കം നടത്തുന്നു എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ കോഴിക്കോട് നിന്നും പുറത്തു വരുന്നത്. KCയെ പിന്തുണച്ചാൽ കർണാടകയിൽ KMCCക്ക് ഒരു മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ പദവിയാണ് KC വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. VS രഞ്ജിത്ത് ഉണ്ട്. VS രഞ്ജിത്ത്, എങ്ങനെയൊക്കെയുള്ള നീക്കങ്ങളാണ് അല്ലേ നടക്കുന്നത്? നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകുമല്ലേ VS രഞ്ജിത്ത്? സ്വാഭാവികമായിട്ടും KC വേണുഗോപാലിന് ഇവിടെ മാത്രമല്ല കർണാടകയിലും സ്വാഭാവികമായിട്ടും പിടുത്തമുണ്ടല്ലോ. അതിൽ സിദ്ധരാമയ്യയാണ് KC വേണുഗോപാലുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. സിദ്ധരാമയ്യ വഴി ലീഗിനെ അനുനയിപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ സിദ്ധരാമയ്യക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബംഗളൂരുവിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പ്രവാസി സംഘടനയാണ് KMCC, ലീഗിന്റെ പ്രവാസി സംഘടനയാണ്. അവർ വളരെ കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ MLCയിൽ, അവിടുത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഒരു അംഗം എന്നുള്ളതാണ്. അങ്ങനെ MLC ആക്കാം എന്നുള്ളൊരു ഓഫർ ലീഗിന് മുമ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും KMCC അതിനോട് പ്രതികരിക്കുന്നത് ഞങ്ങൾക്ക് MLC സ്ഥാനത്തിന് അവകാശമുണ്ട്, സമീർ മുഹമ്മദ് ഖാന്റെ അഭിപ്രായത്തോടും അദ്ദേഹത്തിന്റെ നീക്കത്തോടും പോസിറ്റീവായി കാണുന്നു. മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ അഭിപ്രായം പറയാനില്ല, പക്ഷേ MLC ഞങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. അപ്പോൾ MLCക്ക് വേണ്ടി KMCC അവകാശവാദം ഉന്നയിക്കുമ്പോൾ ലീഗ് അതിന് വഴങ്ങിക്കൊടുത്താൽ സ്വാഭാവികമായിട്ടും ലീഗിന് KC വേണുഗോപാലിനെ പിന്തുണയ്ക്കേണ്ടി വരും. അപ്പോൾ KCയുടെ ഓഫർ ഞങ്ങൾക്ക് സ്വീകാര്യമാണ് എന്നുള്ളത് KMCC വ്യക്തമാക്കി കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയും ഒരു നീക്കം നടക്കുന്നുണ്ട് അല്ലേ? രാഷ്ട്രീയം എന്ന് പറയുന്നത് സാധ്യതകളുടെ കലയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ KC വേണുഗോപാൽ ഒരു വലിയ കലാകാരനാണ്. VD സതീശനും മോശമല്ല, രമേശ് ചെന്നിത്തലയും മോശമല്ല, ആരും മോശമല്ല അതിനകത്ത്.